വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. LBS വഴി BSc നഴ്സിംഗ് ആയുർവേദം ആൻഡ് B.Pharm ആയുർവേദത്തിലേക്ക് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി വരെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. LBS വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കണ്ണൂർ പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ് ആൻഡ് B.Pharm 2025 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ 12-ആണ് ലാസ്റ്റ് ഡേറ്റ്. ജനറൽ വിഭാഗത്തിന് 800 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SC/ST കാറ്റഗറിക്ക് 400 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സൈറ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ണൂരിലുള്ള ഈ ഒരു കോളേജിലത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ BSc നഴ്സിംഗിന് സെപ്പറേറ്റ്, B.Pharmന് സെപ്പറേറ്റ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കരുത്. രണ്ടും കൂടി ഒറ്റ ആപ്ലിക്കേഷനെ കൊടുക്കാവൂ. രണ്ട് ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയി പോകുന്നതുമാണ്. അതുപോലെ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ചെല്ലാൻ വഴിയും അടയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷനും പ്രസ് റിലീസും പ്രോസ്പെക്ടസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നോക്കാം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കിന് എബോ ഉള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. SC/ST കുട്ടികളാണെങ്കിൽ പാസ്സായാൽ മതിയാകും. SC/BC കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 40% മാർക്കാണ് വേണ്ടത്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ എലിജിബിലിറ്റി ഇല്ലാത്ത വരെ ഇതിൽ നിന്നും റിജക്റ്റ് ആക്കുന്നതുമാണ്. അപ്പൊ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ കേരളത്തിലുള്ള കുട്ടികൾക്കും കേരളത്തിലല്ലാത്ത കുട്ടികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ കൊടുത്താൽ മാത്രം മതിയാകും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതെല്ലാം പ്രോസ്പെക്ടസിലും നോട്ടിഫിക്കേഷനിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. B.Pharmനും BSc നഴ്സിംഗിനും രണ്ട് ആപ്ലിക്കേഷൻ അല്ല, ഒറ്റ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കാവൂ. രണ്ട് ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാനും സാധിക്കില്ല. അതുപോലെ ഇവിടെ BSc നഴ്സിംഗിന് 50 സീറ്റും അതുപോലെ തന്നെ B.Pharmന് 50 സീറ്റുമാണ് വരുന്നുണ്ടാവുക. LBS തന്നെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്കും നോക്കിയതിന് ശേഷമാണ് അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവുക. ടോട്ടൽ 100 സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 100 കുട്ടികൾക്കാണ് ഇതിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് വാക്കൻസി ഫില്ലാകുന്നത് വരെയും അലോട്ട്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം സ്പോട്ട് അലോട്ട്മെന്റ് വാക്കൻസി സീറ്റിനേക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നതുമാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ണൂർ അവിടത്തേക്ക് മാത്രമായിട്ടുള്ളതാണ്. വേറൊരു കോളേജോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ LBSന്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോളേജ് ഡയറക്റ്റ് നടത്തുന്നല്ല, LBS ത്രൂ തന്നെയാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുഹാസിന്റെ അഫിലിയേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള കോളേജാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജാണ് എന്നുള്ള രീതിയിൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും വരുന്നില്ല. BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സും അതുപോലെ B.Pharmഉം 4 വർഷത്തെ കോഴ്സാണ് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സമർപ്പിക്കേണ്ടതുമാണ്. അതുപോലെ നമ്മുടെ BSc നഴ്സിംഗ് പോലെ തന്നെ ഇവരുടെയും റിസർവേഷനും കാര്യങ്ങളും ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റിന് 50%, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് 30%, അതിൽ വരുന്ന ഓരോ കാറ്റഗറിയെയും ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ SC/ST കാറ്റഗറിക്ക് 10%, അതിൽ SCക്ക് 8%, STക്ക് 2%. അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ജനറൽ കാറ്റഗറി EWS കാറ്റഗറിക്ക് 10% ആണ് കൊടുക്കുന്നത്. ഇതനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത നിങ്ങൾക്ക് വരാനുള്ള സംശയം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് 4 വർഷത്തെയും കോഴ്സ് ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതിൽ നിന്നും അതായത് ഈ പെനാൽറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് SC/ST വിഭാഗക്കാരെയും OEC വിഭാഗക്കാരെയും മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ഫീ പെനാൽറ്റി വരുന്നതായിരിക്കും.
അതുപോലെ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ആരും വിട്ടുപോകരുത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC +2ന്റെ സ്കാൻഡ് കോപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ സ്കാൻഡ് കോപ്പി, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS റിസർവേഷന് വേണ്ടിയിട്ടുള്ള സ്കാൻഡ് കോപ്പിയും നിങ്ങൾ കൊടുക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് 1 വർഷത്തെ വാലിഡിറ്റി ആയിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 3 വർഷത്തെ വാലിഡിറ്റിയും ഇൻകം സർട്ടിഫിക്കറ്റ് 1 വർഷത്തെ വാലിഡിറ്റിയുമാണ്. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ വെരിഫിക്കേഷൻ നടക്കും. ഡേറ്റ വെരിഫിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ സമയത്ത് പോയി നിങ്ങൾ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതിൽ ആർക്കൊക്കെയാണ് കിട്ടാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സീറ്റ് ഉള്ളത് 100 സീറ്റാണ്. അതിലേക്ക് ആരൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുവോ അവർക്ക് ഇടുന്ന റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് ആദ്യത്തെ 100 പേർക്കായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. അടുത്തത് നമുക്ക് BSc നഴ്സിംഗ് ആൻഡ് BPharm കോഴ്സിലെ ഫീ സ്ട്രക്ചർ നോക്കാം. BSc നഴ്സിംഗ് 4 വർഷത്തേക്ക് ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് 53,000 രൂപയാണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് ആദ്യ വർഷം 25,000 രൂപയും ബാക്കിയുള്ള 3 വർഷങ്ങളിലായിട്ട് 20,000 റുപ്പീസുമാണ്. BPharmന് നിങ്ങൾ അടയ്ക്കേണ്ടത് 63,600 റുപ്പീസ് ആണ് പെർ ഇയർ നിങ്ങൾ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടത്. സ്പെഷ്യൽ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ 30,000 റുപ്പീസും അതുപോലെ തന്നെ 25,000 റുപ്പീസ് ആണ് ബാക്കിയുള്ള വർഷങ്ങളിലായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതുപോലെ റിസർവേഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ബേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് SC/ST കുട്ടികളൊക്കെ അവരുടേതായ റിസർവേഷൻ ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതനുസരിച്ച് നിങ്ങൾക്ക് റിസർവേഷൻ ബേസിൽ സീറ്റ് കിട്ടുകയുള്ളൂ. അതുപോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ SC/ST കുട്ടികളും OEC കുട്ടികളും ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും ഇതിന്റെ ഫീ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് അടുത്ത വർഷങ്ങളിലെ 4 വർഷത്തെ ഫീസ് നിങ്ങൾ കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. പല കുട്ടികൾക്കും ഡൗട്ട് വരാം, BSc നഴ്സിംഗ് GNM പോലെയാണോ ഈ കോഴ്സ് എന്നത്. പക്ഷെ അല്ല, ഇത് നമുക്ക് ടോട്ടലി ആയുർവേദം ബേസ് ചെയ്തിട്ടുള്ള നഴ്സിംഗും BPharm കോഴ്സ് ആണ് എന്നത് മനസ്സിലാക്കി ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും ഫോംസ് പ്രോസ്പെക്ടസിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാം. അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC/STക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/BCക്കുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതിന്റെ എല്ലാ ഫോമും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇത് ഫിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴും ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.